ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗൈസ്. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് എല്ലാവർക്കും. അപ്പം നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ജലദോഷത്തിൻ്റെ ഒരു വീക്കാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഈ ജലദോഷവും ബോഡി പെയിനും എല്ലാം കൂടെ വെച്ചിട്ടാണ് പ്രാക്ടീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കാറിൽ നമ്മുടെ കോസ്റ്റ്യൂം ബാഗും നമ്മുടെ ഡ്രസ്സിൻ്റെ ബാഗും എല്ലാം കൂടി ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് നമ്മൾ സീറ്റിൽ കയറി ഇരുന്ന് നോക്കുകയാണ്. കാരണം ഇവിടെ 2 സീറ്റേ ഉള്ളൂ. അപ്പം എക്സ്ട്രാ ഒരു സീറ്റില്ല. കാരണം ബാക്കിലത്തെ ഫുൾ സീറ്റിലും നമ്മുടെ കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഇരിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനിപ്പോൾ കാറിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോയാൽ നാളെ മോർണിംഗിലാണ് അവിടെ എത്തുള്ളൂ. 7 to 8 hours ട്രാവൽ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ മെട്രോയിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. ഇപ്പം നമുക്ക് ആദ്യം പോയി ഒരു കോഫി കുടിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ തൊട്ടടുത്തുള്ള കൂൾ ബാറാണ് മീര കൂൾ ബാർ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ചായ, കാപ്പി, ലൈം എല്ലാം കുടിക്കാറുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഓടി വന്നത് ഇങ്ങോട്ടാണ്. എന്തായാലും കോഫി കുടിച്ചാണ് നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സമയം ഇപ്പോൾ വന്നിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ജലദോഷം കാരണം തലവേദന, അതുപോലെ ഞാൻ പറയണ്ടല്ലോ, ജലദോഷം വന്നാൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയായിരിക്കും ഡിഫിക്കൽട്ടീസ് എന്ന്. ഒപ്പം നമ്മുടെ ബോഡി പെയിനും ഉണ്ട്, അതിനൊപ്പം പ്രാക്ടീസ് വരുന്നു. 1 മിനിറ്റ് പോലും നമ്മൾ സത്യം പറഞ്ഞാൽ റെസ്റ്റ് കൊടുക്കാതെയാണ് അത്രയും നമ്മൾ ടോർച്ചർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോഡീനെ. അപ്പോൾ നമ്മുടെ കോഫി ഇതാ വന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ജലദോഷം ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ കോഫി കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഈ കോഫിയും ടീയും ഒക്കെ നമ്മുടെ ഈ ജലദോഷം പനി ടൈമിലൊക്കെ അടിപൊളിയാണ്. ഒരുപാട് ആശ്വാസം തോന്നും നമുക്ക്. പക്ഷേ എനിക്കിഷ്ടം നമ്മുടെ ഐസ്ക്രീമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. തണുപ്പാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് നമ്മുടെ ഈ ജലദോഷമൊക്കെ വരുമ്പോൾ. അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ ചിക്കൻ റോളാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടിച്ചാടിയാണ് പ്രോഗ്രാമിന് വേണ്ടി ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പ്രിക്വേഷൻസ് ആയിട്ട് കയ്യിൽ ഫസ്റ്റ് എയ്ഡ്സ്, നമ്മുടെ പാരസെറ്റമോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അത് വലിയൊരു നഷ്ടമാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് ജലദോഷം വില്ലനായി വന്നിട്ടുള്ളത് ഗൈസ്. ഇപ്പം നമ്മൾ കോഫി എല്ലാം കുടിച്ചിട്ട് ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പട്ടിക്കുട്ടന്മാരെ അവിടെ കണ്ടു. അതല്ലാതെ നമ്മുടെ ഇലക്ട്രിക് ലൈനിൽ ഒരു കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാക്കയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ കാക്കയ്ക്ക് ഒരു കാലില്ല കേട്ടോ, ഒറ്റ കാലനാണ് നമ്മുടെ കാക്ക. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി. എന്നിട്ട് നമ്മുടെ കാക്കതാ നല്ല കുട്ടിയായിട്ട് പറന്നും കളിച്ചും ചിരിച്ചും ഇലക്ട്രിക് ലൈനിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു നമ്മുടെ പട്ടിക്കുട്ടന്മാരെ. അവരെല്ലാവരും എന്താ ചിക്കൻ കടേൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടുത്തെ ഓണേഴ്സ് എല്ലാവരും വന്നിട്ട്, കടയിലുള്ളവരെല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ പാർട്സും വേസ്റ്റും കാര്യങ്ങളും എല്ലാം എന്താ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്നോവ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ലീവ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മുടെ 2 സീറ്റിൻ്റെ നടുക്ക് നമ്മുടെ ബാഗാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ കുഞ്ഞാറ്റീനോട് ഇരിക്കാനൊക്കെ പറഞ്ഞെങ്കിലും 8 hours ഒക്കെ ട്രാവൽ ചെയ്യുമ്പം ഇങ്ങനെ ഇരിക്കുന്നത് തീരെ കംഫർട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ മാസ്റ്ററിനോട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ കോസ്റ്റ്യൂംസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് സീറ്റ് റെഡിയാക്കി തരാമെന്നുള്ളത്. മാത്രമല്ല നമ്മുടെ വണ്ടിക്ക് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന ടൈമിൽ. എന്താണെന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക, സ്റ്റേബിൾ അല്ലാത്ത കളിയായിരുന്നു നമ്മുടെ ഇന്നോവ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റി ബാക്കിലെ സീറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കൊണ്ടുപോയി വർക്ക്ഷോപ്പിലൊക്കെ വെച്ച് ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്, അങ്ങനെ എന്തൊക്കെയോ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതുപോലെ എൻ്റെ കാലിൻ്റെ അടുത്താണ് നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ ഗായ്സ്, നമ്മുടെ ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്തരും ബദിരരും മൂകരുമാവും. കാരണം ചെവി ഒന്നും കേൾക്കില്ല. മൂക്കിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും ആണെങ്കിൽ ജലധാരയായിരിക്കും. അത് ഞാൻ ഒട്ടും പറയണ്ടല്ലോ. ഈ ടൈമിലാണ് നമ്മുടെ ടവലോ ക്ലോത്തൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഗായ്സ്. ഇപ്പം നമ്മുടെ കുഞ്ഞാറ്റി ഇതാ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഇതാ പാട്ടൊക്കെ പാടുന്നുണ്ട്. അവൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, എത്ര വയ്യെങ്കിലും ഇച്ചിരി ഒന്ന് തല പൊക്കി എല്ലാവരെയും എൻജോയ് ചെയ്യുന്ന മൂഡിലെത്തിക്കും നമ്മുടെ കുഞ്ഞാറ്റി. എൻ്റെ അടുത്ത് പൈങ്കിളിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് മാസ്റ്ററും നമ്മുടെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് നമ്മളെ ഡാൻസ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പം യാത്ര ഈ ഒരു എന്താ പറയുക, നമ്മൾ വയ്യാതിരിക്കുന്ന സമയത്ത് ഓർക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണെങ്കിലും ഒരുപാട് റിലീഫ് ഉണ്ടാകും.
പക്ഷേ ഒരുപാട് ഡിഫിക്കൽട്ടീസും ഉണ്ടാവും. അപ്പം നമ്മൾ ഡിഫിക്കൽട്ടീസും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. വരുന്നവരെ നമുക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു കേട്ടോ. വന്ന് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഡേ പ്രാക്ടീസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഈവനിങ് ആയപ്പോഴാണ് എനിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞാറ്റയ്ക്കും പങ്കനും കൈമാറി. ഗായ്സ്, അപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞാൻ അവർക്ക് കൊടുത്തതാണ് കേട്ടോ അത്. അപ്പം നമ്മളിപ്പോൾ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ടണലിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ ടണൽ ജേണി. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. ഉറക്കമൊന്നും വരുന്നില്ല, എന്താണെന്നറിയത്തില്ല. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. മെയിനായിട്ട് ഈ ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാനേ പറ്റില്ല. അങ്ങനെ നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സലീം ഖാൻ്റെ തട്ടുകടയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ചട്നിയും സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പൈങ്കിളിയാണ് കേട്ടോ. കുഞ്ഞാറ്റിയും നമ്മുടെ ചേച്ചിയും മാസ്റ്ററും എല്ലാവരും ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം ഇനി ഫുഡെല്ലാം കഴിക്കാം കേട്ടോ. ഗായ്സ്, ഇപ്പം നമ്മൾ പൊറോട്ടയും ബീഫും കഴിക്കാമെന്നാണ് തീരുമാനിച്ചത്. ടേസ്റ്റ് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം നല്ല രസമല്ലേ? ഈ അസുഖം വരുമ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കാറുള്ളത്. നമ്മളങ്ങനെയാണ് കേട്ടോ ആലോചിക്കുന്നത്. അസുഖം ഇല്ലാത്ത സമയത്തിനെ പറ്റി നമ്മൾ ഓർക്കും, എന്ത് രസമായിരുന്നു എന്നൊക്കെ. പക്ഷേ ജലദോഷം വരുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് നമ്മുടെ അമ്മ പറയുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് എല്ലാം പുറത്ത് കളയാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് എന്ത്? ജലദോഷം. അത് ഈ ഒരു സമയത്ത് വന്നതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാതായത്. കാരണം ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ തേടി വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ പങ്കനിരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി പോവാണ്. മുടിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട കേട്ടോ. മോസ്റ്റ് കോളായിട്ടാണ് ഗൈസ് ഇരിക്കുന്നത്. ഗൈസ്, ഇപ്പം നമ്മുടെ പൊറോട്ട വന്നിട്ട് ചെറിയ പൊറോട്ടയായിരുന്നു. ഒരുപാട് അങ്ങനെ ലെയേഴ്സ് ഒന്നും ഇല്ലാത്ത പൊറോട്ടയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പൊറോട്ട അതാ ഒരു കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 2 പൊറോട്ടയും കൂടെ കഴിക്കാം. ഏകദേശം സമയം ഒരു 10-11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ പാടതാ ഒരു കടുപ്പത്തിലുള്ള ഒരു ചായയും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായയും കൂടി ഇപ്പോൾ കുടിക്കാൻ പോവുകയാണ്. ചായ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ചായക്ക് കുറച്ചും കൂടി മധുരം വേണമായിരുന്നു എന്ന് തോന്നി. അപ്പം നമ്മളെല്ലാവരും ഷുഗറിൻ്റെ പഞ്ചാരയുടെ ആൾക്കാരാണ് ഗൈസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ആഫ്റ്റർ 5 ഹവേഴ്സിന് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, ഇപ്പം നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. തമിഴ്നാട് ഇടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ചെന്നപാടെ ഒരു കോഫി ഷോപ്പ്, അതുപോലെ നമ്മുടെ ടീ കൂൾ ബാറാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ബ്രൂ കോഫി കുടിക്കാമെന്ന് കരുതി കയറിയതാണ്. ഗായ്സ്, ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗ്ലാസ് കണ്ടില്ലേ, മോസ്റ്റ് ചെറുതാണ് ഗൈസ്. അപ്പം മോസ്റ്റ് ആയിട്ടുള്ള ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ. എൻ്റെ ഒരു വിരലിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഗ്ലാസ്. അപ്പം നമ്മുടെ മാസ്റ്റർ ദാ എന്നോട് ചിയേഴ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ബ്രൂ ചിയേഴ്സ് ആണ് നിങ്ങൾ കണ്ടത്. മാസ്റ്റർ ദാ ബ്ലാക്ക് കോഫിയാണ്. നമ്മൾ ബ്ലാക്ക് കോഫിയൊന്നും അല്ല കേട്ടോ. കട്ടൻ കാപ്പി വീട്ടിൽ പോയിട്ടാണെങ്കിലും കുടിക്കത്തില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞത്തേയും അങ്ങനെ എന്താ ബ്രൂ കോഫി കുടിക്കുകയാണ്. കോഫി അടിപൊളിയാണ്. നല്ല കടുപ്പെന്ന് പറഞ്ഞാൽ നല്ല കടുപ്പാണ്. അപ്പം നമ്മൾ ഈ ഒരു ട്രാവലിൽ ഒരു 5 മിനിറ്റ്സ് മാത്രമാണ് ഉറങ്ങിയിട്ടുള്ളൂ. ഗായ്സ്, ഇപ്പം നമ്മുടെ ബ്രൂ എല്ലാം കുടിച്ചപ്പോഴേക്കും ഉറക്കം പമ്പ കടന്നു കേട്ടോ. വന്ന ഉറക്കം കൂടി. അപ്പം എൻ്റെ മുഖത്ത് കണ്ടില്ലേ ഒരു പിമ്പിൾ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഈ ചെറിയ പിമ്പിളിന് മോസ്റ്റ് പെയിനാണ് ഗൈസ്. എൻ്റെ മുഖം മുഴുവനും വേദനയാണ്. അത്രയ്ക്ക് പെയിനാണ് നമ്മുടെ ഒരു പിമ്പിളിന്. അപ്പോൾ ഈ പിമ്പിളിനെ വേഗം കളയണം എന്നൊക്കെ ഓർക്കുകയാണ്. അപ്പം മാസ്റ്റർ നമ്മുടെ ക്യാമറ നോക്കി നല്ല ഷോയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പങ്കൻ അവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മൾ ബ്രൂ എല്ലാം ഇപ്പോൾ കുടിച്ച് കഴിയാനായിട്ടുണ്ട്. നല്ല കടുപ്പമുള്ള ബ്രൂ ആയതുകൊണ്ട് തന്നെ ഓർക്ക് ഏതോ വഴിക്ക് എഴുന്നേറ്റ് ഓടിപ്പോയി. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ സമയം ഇപ്പോൾ വന്നിട്ട് ഒരു 3 o'clock ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് 3 o'clockനാണ് നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ, നമ്മുടെ എടപ്പാടി നമ്മുടെ പ്രോഗ്രാം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വേഗം ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഈ ബ്രൂ മുഴുവനും കുടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ബ്രൂ എല്ലാം കുടിച്ചിട്ട് നമ്മളിപ്പം കടേൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന പാടെ ഒരുപാട് പട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വാഷ്റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പബ്ലിക്കായിട്ടുള്ള വാഷ്റൂമായിരുന്നു.
അപ്പം തൊട്ടടുത്ത് ഒരുപാട് ഹോട്ടൽസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുഴുവനും നമ്മൾ സ്ട്രേ ഡോഗ്സിനെ ആയിരുന്നു കണ്ടത്. മാത്രമല്ല നമ്മുടെ വാഷ്റൂം വന്നിട്ട് 24 ഹവേഴ്സും ഫ്രീ ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മൂന്നിൻ്റെ ഷൂ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോർട്സിൽ. എൻ്റെ കുഞ്ഞാറ്റീൻ്റെ വൈറ്റും നമ്മുടെ പങ്കൻ്റെ ഷൂവിൻ്റെ കളറ് ചിക്കു കളറാണെന്നും. അങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രേ ഡോഗ്സ് എല്ലാം വന്ന് നമ്മളോട് ആ ടൈമിൽ മിണ്ടിയിട്ടുണ്ടായിരുന്നു. ഒരുത്തൻ നമ്മുടെ കുഞ്ഞാറ്റീനെ വിട്ട് പോവാൻ വളരെ പ്രയാസപ്പെട്ടാണ് പോയത്. അപ്പോൾ അവനെ ഓടിച്ചു വിടുകയാണ് ചെയ്തത് നമ്മുടെ മാസ്റ്റർ, നമ്മുടെ അടുത്തുനിന്ന് പോവാതെ ആയപ്പോൾ. അങ്ങനെ വരെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്, ക്യാമറ ഉണ്ടായിരുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫാൾട്ട് ഗൈസ്. ഇപ്പം ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പം നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ക്യാമറയ്ക്കൊപ്പം ഇല്ലാത്ത എല്ലാ പ്രോബ്ലംസും ഉണ്ടാവും. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കാറിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൂ കോഫി എല്ലാം കുടിച്ചു. ഇനി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. ഇപ്പം നമ്മൾ അവിടുന്ന് നമ്മുടെ കാറെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്വാർട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാഗ് ഇതാ എൻ്റെ കയ്യിലാണ്. ഇത് ഹാങ് ചെയ്യാനേ പറ്റുന്നില്ല, നല്ല കനമുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ബാഗ്സിലായിട്ട് എടുത്താൽ മതിയെന്ന്. അപ്പോൾ നമ്മളത് കേട്ടില്ല കേട്ടോ. എൻ്റെ വാശിയായിരുന്നു ഒറ്റ ബാഗിൽ എടുക്കാമെന്ന് പറഞ്ഞ്. ഇവിടെ എത്തിയപ്പോഴേക്കും 3 പേരുടെ കനം പറയാൻ പറ്റില്ല ഗൈസ്. 1000 കിലോ ഉള്ള പോലെയാണ് നമ്മുടെ ബാഗ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് എടുക്കുന്ന ടൈമിൽ അത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ പൈങ്കിളി ഇതാ ബാഗ് എൻ്റെ അടുത്തുനിന്ന് വാങ്ങി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റി ഇതാ അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റേ കേസ് കയറാനുണ്ട്. അപ്പോൾ ഈ ബാഗും കൊണ്ട് നമ്മളിനി കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, വേഗം കയറാം. എവിടെയെങ്കിലും പോയി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് മാത്രമാണ് ചിന്ത. കാരണം നമ്മുടെ ഉറക്കം ദാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം മുകളിൽ അപ്സ്റ്റെയറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഷൂ എല്ലാം അഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. അപ്പം നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ കാല് വന്നപ്പോഴേക്കും ഓവനിൽ വെച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത പോലെ വന്നിട്ടുണ്ട്. അപ്പം നല്ല എന്താ പറയുക, നിങ്ങൾക്കറിയാമല്ലോ, നല്ല ഷൂവും നല്ല സോക്സും ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വേറെ എന്തൊക്കെയോ ആയി ഗായ്സ്. ഇപ്പം നമ്മുടെ ഷൂവും സോക്സും എല്ലാം കൂടെ മോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാലിൽ നിന്ന് ശരിക്കും നമ്മുടെ ഷൂ റിമൂവ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ടൈറ്റായിപ്പോയി. മാത്രമല്ല നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ ഷൂവും സോക്സിൻ്റെ സ്മെല്ലെല്ലാം വന്നിട്ട്. നല്ല ഫ്രഷ് സോക്സും ഫ്രഷ് ഷൂ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം വേറെ ലെവലായി. അങ്ങനെ നമ്മുടെ പങ്കനും കുഞ്ഞാറ്റിയും പറയുകയാണ് നമുക്ക് മുകളിലെ ടെറസിലേക്ക് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ബാഗ് ഇത് അവിടെ വെച്ചിട്ടുണ്ട്. നേരെ ടെറസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 2 സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടെറസായിട്ടോ. അപ്പം നൈസായിട്ട് നല്ല ചൂട് വരുന്നുണ്ട്. മാത്രമല്ല ചെറിയൊരു തണുപ്പും ഉണ്ട്. അപ്പം തന്നെ തോന്നി നമ്മുടെ കൊച്ചി പോലെയൊക്കെ തന്നെയാണ്, നല്ല ചൂടായിരിക്കും ഇവിടെയെന്ന് ഗായ്സ്. ഇപ്പം നമ്മൾ മുമ്പ് വന്നിട്ടുള്ള പോലെയാണ് ഇപ്പോൾ സ്റ്റെയർ കേസിൽ കയറി മുകളിലേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് കയറുന്ന സമയത്ത് മുമ്പ് എപ്പോഴോ വന്ന പോലെയൊക്കെ തോന്നിയിട്ടോ. നമ്മുടെ കുഞ്ഞാറ്റി അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഓപ്പൺ ടെറസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇവിടെ നല്ല കൂളായിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടിട്ട് ആരും അവിടുന്ന് കുരയ്ക്കുന്നുണ്ട്. ഏതോ ഒരു പട്ടിക്കുട്ടൻ തൊട്ടടുത്ത ടെറസിൽ നിന്ന് നമ്മളെ കണ്ടിട്ട് നല്ല കുരയായിരുന്നു കേട്ടോ. അതുപോലെ ഇതാ ഇവിടെ പൈപ്പും അതുപോലെ തന്നെ വലിയ അലക്കുകല്ലും ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി എല്ലാ ദിവസവും വന്ന് ഇവിടെ അലക്കി തിമിർത്ത് മെതിക്കാൻ ഗൈസ്. അലക്കുകല്ല് കണ്ടപാടെ നമ്മുടെ പങ്കെന്താ കൈയും കാലൊക്കെ ഇട്ട് ഉരയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പട്ടിക്കുട്ടൻ കുരയ്ക്കുന്നുണ്ടെന്ന്. അവൻ്റെ കണ്ണ് മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നല്ല കുരാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുരയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഒരു നിമിഷം നമ്മൾ അവൻ്റെ കുര കേട്ടിട്ട് തിരിച്ചോടിപ്പോയാലോ എന്ന് വരെ ഓർത്തു. എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെറസിൽ നിന്ന് ഈ ടെറസിലേക്ക് വന്ന് നമ്മളെ കടിച്ചു പറിക്കുമോ എന്ന് വരെ ഓർത്തുപോയി. അങ്ങനെ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു കുരയായിരുന്നു കേട്ടോ. നമ്മൾ പേടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. അപ്പം നമ്മളിവിടെ ഡാൻസ് പ്രാക്ടീസ് ഇപ്ലൈ ചെയ്താലോ എന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റി പോയിട്ട് അവനെ നന്നായി ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാണ് വേണ്ട വേണ്ട നമുക്ക് തിരിച്ചു പോവാമെന്ന്. അപ്പം നല്ല ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. മോസ്റ്റായിട്ട് ഗൈസ് നമ്മൾ ആ പട്ടിക്കുട്ടനെ ദേഷ്യം പിടിപ്പിച്ചു. അവൻ അതിലപ്പുറം കുരയാണ് കേട്ടോ. അവൻ ഇന്ന് കുരയൊന്നും നിർത്തുന്ന ഒരു പരിപാടിയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് താഴേക്ക് പോവാണ്. നമ്മുടെ ബാഗ് അവിടെ പുറത്താണ് ഇരിക്കുന്നത്.
അതുപോലെ ചെന്നിട്ട് വേണം നമ്മുടെ റൂംസും കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതെന്ന് നോക്കാൻ. അങ്ങനെ നമ്മൾ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ചിരി വരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ പട്ടിക്കുട്ടിനോട് ഞങ്ങൾ വഴക്ക് കൂടുന്നു ഞങ്ങൾ തന്നെ ഓർത്തിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പങ്കെന്താ ക്യാമറ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷൂവും സോക്സൊക്കെ ഇതാ വഴിക്കിരിക്കുന്നുണ്ട്. ബേഗതാ നമ്മുടെ നടവാതിൽക്കൽ തന്നെ നമ്മുടെ ബാഗാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്വാർട്ടേഴ്സാണ്. ആദ്യം വന്നിട്ടുള്ളത് ഹാളും, പിന്നെ ഉള്ളിൽ വേറെ ഒരു ഹാളും, പിന്നെ ഒരു കിച്ചണും, പിന്നെ ഇതൊരു ബാൽക്കണി പോലെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വന്നിട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ബാഗെല്ലാം നമ്മളിതാ ഈ ഒരു ചെറിയ അലമാര പോലെ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പാത്രങ്ങളും ഫ്രിഡ്ജ് അതുപോലെ സ്റ്റൗ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു കേട്ടോ. ഗൈസ് ഇപ്പം ആരൊക്കെയോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന റൂം നമുക്ക് വേണ്ടി വെക്കേറ്റ് ചെയ്ത് തന്നതാന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വേറൊരു കാര്യം, മോളിൽ നമ്മൾ കണ്ട ആളിതാ നിന്ന് ഇവിടേക്ക് നോക്കി കുറയ്ക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പം നമുക്ക് നല്ലൊരു അയൽക്കാരനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള വാക്ക് ഞാനിപ്പോൾ ഓർത്തു കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ടെറസിൽ നിന്ന് അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഇനി അവൻ നമ്മളെ സ്നേഹിക്കും. ഗൈസ് ഇപ്പം അല്ലാതെ ഒരു മുറിയും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു മുറിയിൽ റൂമിൽ നമ്മുടെ പൂജാ ഹാളായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഗായ്സ് ഈ കാണുന്നത് നമ്മുടെ ശിവനാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ശിവൻ്റെ ഈ ഒരു പിക്ചർ ആദ്യമായിട്ട് കാണുകയാണ്. ഭസ്മവും ചന്ദനവും കുങ്കുമവും, ചന്ദനമല്ല കുങ്കുമവും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് കണ്ടില്ലേ, നല്ല വെറൈറ്റി ആയിട്ടില്ലേ. നമ്മളൊക്കെ ഇതിൻ്റെ കവർ റിമൂവ് ചെയ്യില്ലേ, അപ്പോൾ ഇവരാരും കവറൊന്നും റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ പൂജാ ഹാളിൽ കയറിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം നമ്മൾ ഉറങ്ങാനുള്ള പരിപാടിക്ക് ഈ ഒരു ഹാളിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഹാളിൻ്റെ ഓപ്പോസിറ്റാണ് അടുക്കള വരുന്നത്. അപ്പോൾ ഈസി ആയില്ലേ, രാത്രിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കയറി കഴിക്കാം, ആരും അറിയില്ല കാരണം ഡോറുണ്ട്. ഗായ്സ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ പൈങ്കിളിൻ്റെ കയ്യിലും ബെഡ്ഷീറ്റാണ്. അപ്പോൾ നമ്മുടെ പങ്കൻ്റെ കയ്യിലെ ബെഡ്ഷീറ്റ് കണ്ടില്ലേ, പുതിയ മോഡലാണ് കേട്ടോ. കീറാത്ത നല്ല ബെഡ്ഷീറ്റാണ് ഗൈസ്. നമ്മുടെ പങ്കൻ അത് വെച്ച് ഫാഷൻ ഷോയാണ്. അപ്പോൾ നമ്മുടെ ചേച്ചീൻ്റെ വാവ അവിടെ ഇങ്ങനെ നിന്ന് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട്. അപ്പോൾ ഗൈസ് ഇനി ഉറങ്ങാം. അപ്പോൾ നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണം വരുന്നുണ്ട്. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തു, അസുഖം എല്ലാം കൂടി ആയപ്പോൾ തീരെ വയ്യ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഈ ഒരു ക്ലോത്ത് നിലത്ത് വിരിക്കാം. ബെഡൊന്നും കണ്ടില്ല. അപ്പോൾ നാളെ ആകുമ്പോൾ ബെഡെല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ക്ലോത്തിന് വിരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈങ്കിളീൻ്റെ ഷോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഈ ബെഡ്ഷീറ്റും കൊണ്ട് നമ്മുടെ പങ്കൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, ഇത് വിരിച്ചോ അത് നമുക്ക് പുതയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ പങ്കൻ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലും ചെറുതായിട്ട് നൈസായിട്ട് കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അതൊന്നും മൈൻഡാക്കുന്നില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അങ്ങനെ നമ്മളിത് വേഗം ഇവിടെ വിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗായ്സ് ഇപ്പം നമ്മുടെ പങ്കൻ്റെ മോസ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഷോയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാം ടിയർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിനി ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. കാരണം നമ്മുടെ ബോഡി പെയിൻ നന്നായി കൂടിയിട്ടുണ്ട്. മാത്രമല്ല ജലദോഷത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഇവിടെ എത്തിയപ്പോൾ ഒന്നും കൂടെ കൂടി കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ വാവ വന്നിട്ട് ബെഡ്ഷീറ്റിൻ്റെ നടുക്കിരുന്ന് മുന്തിരി എല്ലാം കഴിക്കുന്നത്. അപ്പം സ്വാഹയായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഉറങ്ങിയേ പറ്റുള്ളൂ കേട്ടോ. അപ്പം എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നുള്ളൂ, കാരണം അത്രയും ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ എങ്ങോട്ട് കിടക്കണം എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വേണോ അവിടുന്ന് ഇങ്ങോട്ട് വേണോ, ഇനി തലയും കുത്തി കിടക്കണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഗായ്സ്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഫാനൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിലും അടിപൊളി ചൂടെന്ന് പറഞ്ഞാൽ അടിപൊളി ചൂടാണ്. നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല ക്ലൈമറ്റ് നമ്മുടെ വയനാടൻ ക്ലൈമറ്റാണ്. അപ്പം നമ്മളിനി ഉറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ കുളിച്ചതാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഉറക്കം അത്ര വലിയ റെഡി ആയിട്ടൊന്നുമില്ല. കൂടിപ്പോയാൽ ഒരു 3 hours അല്ലെങ്കിൽ 4 hours ആണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ റൂമിൽ വാവയും ചിച്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. വാവ നല്ല ഉറങ്ങാതിരുന്നിട്ടുള്ള പരിപാടീസൊക്കെ ആയിരുന്നു. അത് കാരണം തന്നെ നമുക്ക് അങ്ങനെ അവിടെ കിടക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പം നമ്മൾ ടൈം വന്നിട്ട് ഇപ്പോൾ 11 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും കൂടെ നമ്മൾ ഒരുമിച്ചാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എഴുന്നേറ്റ പാടെ നമ്മൾ കുളിച്ചു ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പം ഒരു അങ്കിളാണ് കേട്ടോ നമ്മുടെ ഫുഡെല്ലാം മേക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കിച്ചണിൽ തന്നെയാണ് അങ്കിൾ കുക്ക് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇത് വന്നിട്ട് പൊട്ടറ്റോയിൻ്റെ എന്തോ കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം ചോറെല്ലാം വിളമ്പി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ നമ്മുടെ ഈ പൊട്ടറ്റോ തോരൻ കറി വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയിൽ കറിവേപ്പിലയും അതുപോലെ മല്ലിച്ചപ്പും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഗൈസ്. ആദ്യം നമ്മുടെ കുഞ്ഞാറ്റിയും പൈങ്കിളിയായിരുന്നു കുളിക്കാൻ കയറിയത്. ഏറ്റവും മൂന്നാമത് ഞാനാണ് കേട്ടോ കയറിയത്. അപ്പം ഞാൻ കയറിയ ടൈമിൽ നമ്മുടെ വെള്ളമെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലെടുത്ത് കുത്തിയപ്പോഴേക്ക് ഐശ്വര്യമാണ് കേട്ടോ. അപ്പം കുറേ കഴിഞ്ഞിട്ടായിരുന്നു വെള്ളമെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് ഗാർലിക് പിക്കിളാണ്. അങ്ങനെ പിക്കിൾ നമ്മൾ കുറച്ചെടുത്തു. അപ്പം ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ ഗായ്സ്. അപ്പം നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു സ്പൂൺ തൈരും കൂടി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഈ തൈര് നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കുമ്പം ഒരു സ്പൂൺ തൈര് മസ്റ്റായിരിക്കണം കേട്ടോ നമ്മുടെ ഡയറ്റിൽ. അങ്ങനെ നമ്മളിതാ ചോറാണ് ഇനി വിളമ്പാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോറ് നിങ്ങൾക്ക് അറിയാലോ, നല്ല നീളൻ പൊന്നീൻ്റെ റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും വിളമ്പുകയാണ്. അങ്ങനെ നമ്മൾ റൈസ് ഇതാ നമ്മുടെ കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി എടുക്കാം. അങ്ങനെ വേറെ കറി എന്താണെന്ന് ചോദിച്ചാൽ രസമുണ്ട്, അതുപോലെ തന്നെ ചെറുപയറും കൊണ്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ 2 കറിയും കൂടിയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യലിൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ചോറെല്ലാം ഇപ്പോൾ ഇതാ വിളമ്പി കഴിയാനായിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഇനി കറിയും കൂടി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു തവിയിൽ എന്ത് ചെയ്താലും ചോറ് വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമുക്കിനി കറി വിളമ്പാം. അപ്പോൾ ഇത് രസം അല്ല, ഇത് വെള്ളമാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പൊട്ടറ്റോ കറി അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറുപയർ കറിയാണ്. അപ്പം നമ്മൾ ചെറുപയർ കറി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കലം പോലെയുള്ള പാത്രത്തിലാണ് നമ്മുടെ കറിയെല്ലാം വരുന്നത് ഗായ്സ്. ഇപ്പോൾ ഈ പാത്രവും കലവും എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വീടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള ഒരുപാട് പാത്രങ്ങളുണ്ട്. നമ്മുടെ മമ്മയും അമ്മച്ചിയും പപ്പയും എല്ലാവരും ഒരുപാട് നാൾ നമ്മുടെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഗൂഡ്ലൂർ സെറ്റിലായിരുന്നു. അപ്പം ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഏകദേശം ഈ ഒരു കൾച്ചർ തന്നെയാണ് നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ വയനാട്ടിലും. അങ്ങനെ കുറച്ച് ഉപ്പെടുത്ത് ഞാൻ നമ്മുടെ തൈരിലേക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ തൈരിന് അധികം ഉപ്പുണ്ടാവില്ല. അപ്പോൾ ഇത് രസമാണ് കേട്ടോ. രസം നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് എടുക്കാമെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റിയും പങ്കനും ഓൺ ദി വേയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ പപ്പടം ഉണ്ട് കേട്ടോ. എനിക്ക് പപ്പടത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പപ്പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പൊറോട്ടേൻ്റെ അത്രയുണ്ട്. അത്രയും വലിയ പപ്പടമാണ് കേട്ടോ. അത് വലിയൊരു സ്പെഷ്യാലിറ്റി അല്ലേ ഗായ്സ്. ഇപ്പോൾ പൊതുവേ എനിക്ക് പപ്പടത്തിനോട് വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ പപ്പട വിരോധിന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പപ്പടം എനിക്കിഷ്ടമല്ല കേട്ടോ. അത് കാരണം ഞാൻ നമ്മുടെ വലിയ പപ്പടം എടുത്തിട്ടില്ല. നമ്മുടെ ഈ കറികളെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു എന്തായാലും കഴിക്കാം. അങ്കിളിൻ്റെ കറിയെല്ലാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാണുമ്പോൾ നല്ല അടിപൊളി കറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണെന്നാണ് തോന്നുന്നത് ഗായ്സ്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല സ്പൈസി കറിയായിരുന്നു കേട്ടോ അങ്കിളിൻ്റെ. അപ്പോൾ അതാ അങ്കിൾ ഇതാ അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്കിളിനെ കറക്റ്റ് എൻ്റെ ക്യാമറയിൽ ക്യാപ്ചർ ആയിട്ടില്ല. അപ്പം അങ്കിളിൻ്റെ രസമാണ് നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാനുള്ളത് രസമാണ്. അപ്പോൾ രസം കാണുമ്പോൾ തന്നെ വലിയൊരു രസമാണല്ലേ. അപ്പം ഞാൻ നമ്മുടെ രസം കുറച്ചെടുക്കുകയാണ്. നമ്മുടെ പങ്കെന്താ ഫുഡ് കഴിച്ചിട്ട് രസം തായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രസത്തിന് നല്ല ചൂടാണ് കേട്ടോ. അത് കാരണം നമ്മൾ പാത്രത്തിലേക്കാണ് പൈങ്കിളീൻ്റെ രസം നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ പങ്കൻ രസം കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ റൂമിൽ ഫുള്ളും രസത്തിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം, ആ ഒരു ഫ്രാഗ്രൻസ് ആയിരുന്നു നമ്മുടെ റൂമിൽ മുഴുവനും. അപ്പം നമ്മുടെ പങ്കൻ രസം കുടിച്ചിട്ട് നല്ല അടിപൊളി രസമായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് കാണിക്കുന്നത്. കാരണം അത്രയും രസമുണ്ടെന്നാണ് നമ്മുടെ പൈങ്കിളി പറഞ്ഞത്. അപ്പം നമുക്ക് ഒട്ടും വൈകിപ്പിക്കണ്ട, വേഗം നമ്മുടെ രസം കുടിക്കാം കേട്ടോ ഗൈസ്. ഇപ്പോൾ രസം കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പണ്ട് നമ്മുടെ ടി വിയിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നില്ലേ, നിറപറ രസത്തിൻ്റെ. ഊണ് കഴിഞ്ഞ് കേമായിട്ടൊരു ഉറക്കം, അതിനു മുമ്പ് ഒരു ഗ്ലാസ് നിറപ്പറയുടെ രസം, അത് നിർബന്ധ. ആ പരസ്യമാണ് എനിക്ക് എപ്പം നമ്മളെ രസം എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മൾ ഊണ് കഴിഞ്ഞിട്ട് കേമായിട്ട് ഉറങ്ങണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. കാരണം നല്ല ക്ഷീണമുണ്ട്, അത്രയ്ക്കൊന്നും നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ രസം ഞാൻ ഒരു തവി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ട് രസം കാണാനായിട്ട് ഗൈസ്. അപ്പം നമുക്കിനി രസം
കുടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ രസത്തിൽ മല്ലിച്ചപ്പും കറിവേപ്പിലയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ട് നമ്മുടെ രസം. അങ്ങനെ ഞാൻ നമ്മുടെ സ്പൈസി രസം കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഗൈസ്. അത്രയും രസമാണ് നമ്മുടെ രസം. അപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് സ്പൈസി ഫുഡ് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ റൂമിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ പൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വെള്ളമാണ് ഗൈസ് വെള്ളം നിറഞ്ഞ് ഒഴുകി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ വന്നുള്ളൂ. നമ്മൾ വേഗം തന്നെ ബാഗെല്ലാം നമ്മൾ ടെറസിൽ നിന്നൊക്കെ വന്നു. മമ്മനെല്ലാം അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കുകയാണ്. നമുക്ക് അടുത്ത പരിപാടി ചപ്പാത്തിയാണ്. അങ്ങനെ വേഗം നമ്മുടെ രാത്രിയായിട്ടോ സ്പൈസി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടെ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിക്ക് കോമ്പിനേഷൻ. പിന്നെ നമ്മുടെ ഗൈസ് അപ്പം നമ്മൾ രാത്രിക്കത്തെ ഫുഡാണ് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാത്രിക്കത്തെ സ്പെഷ്യൽ ചപ്പാത്തിയാണ്. അപ്പോൾ അങ്കിൾ സ്പെഷ്യലായിട്ടുള്ള സ്പൈസി ചമ്മന്തിയും പിന്നെ ഉച്ചയ്ക്കത്തെ നമ്മുടെ ചെറുപയർ കറിയും പൊട്ടറ്റോ തോരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറയാൻ മറന്നുപോയി ഗായ്സ്, നമ്മുടെ ബെഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മുടെ ബെഡ് വന്നത്. അപ്പോൾ ഒരു ബെഡിന് എന്തോ പ്രശ്നമായിട്ട് അവർ വീണ്ടും മാറ്റാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ നമ്മളപ്പോൾ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ 2 ബെഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബെഡും പില്ലോയും എല്ലാം. അപ്പോൾ ഇനി നമുക്ക് സുഖമായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. മേലുവേദന ഉണ്ടായിരുന്നു നമ്മൾ ടൈൽസിൽ കിടന്നിട്ട്, അല്ലാതെ ബോഡി പെയിൻ നമ്മുടെ അസുഖത്തിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചപ്പാത്തി എല്ലാം കഴിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി വന്നിട്ട് ഭയങ്കര സ്പൈസി ആണ് കേട്ടോ. പൊതുവേ നമുക്ക് സ്പൈസി ഫുഡ് ഒരുപാട് ഇഷ്ടമാണ്. അടിപൊളിയാണ് സ്പൈസി ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്പൈസി മാത്രമല്ല പഞ്ചാരയും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ വേഗം ഫുഡ് കഴിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.